നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കണ്ണൂർ കുടുംബ കോടതിയിൽ അതിശക്തമായ പ്രതിവാദങ്ങൾ നടക്കുമ്പോൾ ഒരു അശരീരി കേൾക്കുകയാണ്. സൈലൻസ് എന്ന ജഡ്ജി പറഞ്ഞുവെങ്കിലും വീണ്ടും അശരീരി തുടർന്നുകൊണ്ടേയിരുന്നു. തന്റെ തൊട്ടരികിൽ നിന്നാണല്ലോ ആ അശരീരി കേൾക്കുന്നത് എന്നൊന്ന് എത്തി നോക്കിയപ്പോൾ സത്യത്തിൽ ജഡ്ജ് ഒന്ന് ഭയന്നു. നിലവിളിച്ചില്ല എന്നേ ഉള്ളൂ. എന്തായാലും ഭയം അദ്ദേഹത്തെയും പിടികൂടി. കണ്ണൂർ കുടുംബ കോടതിയിലെത്തിയ എല്ലാവരുടെയും നെഞ്ചൊന്ന് പതറിപ്പിച്ച ജഡ്ജിയുടെ ചേംബറിന് താഴെ എത്തിയ മൂർഖനാണ് പ്രധാന ചർച്ചാ വിഷയം. ഈ മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത് പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്നു എല്ലാവരെയും. പലരും കോടതി മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുക വരെ ചെയ്തു. കണ്ണൂർ കുടുംബ കോടതിയിൽ പാമ്പിനെ കണ്ടെത്തിയത് കോടതി മുറിക്കുള്ളിൽ വെച്ചാണ്. കോടതി മുറിക്കുള്ളിൽ വാദം നടക്കുന്നതിനിടയിലാണ് അതിഥിയെ കണ്ടത്. ഉടനെ തന്നെ വനം വകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്തു. കുടുംബ കോടതിയിലാണ് ജഡ്ജിയുടെ ചേംബറിന് മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത്. വാദം നടക്കുന്നതിനിടയിലാണ് ചേംബറിൽ മേശയ്ക്ക് കീഴിൽ പാമ്പിനെ കണ്ടത്. ശനിയാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. കോടതിയിൽ വിചാരണ നടപടികൾ നടക്കുന്നതിനിടയിൽ ജഡ്ജി ചേംബറിൽ ഉണ്ടായിരുന്നില്ല. ചേംബറിലേക്ക് വന്ന ജഡ്ജിയുടെ ഓഫീസ് അസിസ്റ്റന്റാണ് മേശയ്ക്കടിയിൽ മൂർഖനെ കണ്ടതെന്നാണ് പറയുന്നത്. കോടതിയിൽ വിചാരണ നടപടികൾ നടക്കുന്നതിനിടയിലാണ് ജഡ്ജി ചേംബറിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം ചേംബറിൽ വരികയും എന്നാൽ പിന്നീട് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് മൂർഖനെ കാണുന്നത്. വനം വകുപ്പിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെത്തി മൂർഖനെ പിടികൂടി. അതേസമയം കണ്ണൂർ കോടതി പരിസരത്ത് പാമ്പിന്റെ ശല്യം രൂക്ഷമാണെന്ന് ജീവനക്കാർ നേരത്തെ പരാതി നൽകിയിരുന്നു. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ കാടുകൾ വെട്ടിനീക്കിയതുമായി ബന്ധപ്പെട്ടാണ് കോടതി പരിസരം ഇത്തരത്തിൽ ഇഴജന്തുക്കളുടെ വാസകേന്ദ്രമായി മാറിയത്. മറനീക്കി പുറത്തു വരികയാണ് ഇവർ ഒക്കെ തന്നെ. എന്തായാലും ഇത് ആദ്യഘട്ടമല്ല. ഇതിനു മുൻപും സർക്കാർ സ്കൂളിൽ ഉൾപ്പെടെ പാമ്പിന്റെ ശല്യം ഉണ്ടായിട്ടുണ്ട്. സർക്കാർ സ്കൂളിൽ പാമ്പ് കടിയേറ്റ് വിദ്യാർത്ഥി മരിച്ച വാർത്ത പോലും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപും സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകളുടെ ഫയലുകൾക്കിടയിലൊക്കെ തന്നെ പാമ്പ് കുഞ്ഞുങ്ങളടക്കം ഉണ്ടായ വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ജഡ്ജിക്ക് പോലും സമാധാനമായി ഒന്ന് വാദിക്കാനുള്ള സമയം ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്.